വയനാട് ഒരു വലിയ വിഷയമായി ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഭരണപക്ഷത്തെ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഭരണപക്ഷം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു വാഗ്ദാനം നടപ്പാക്കിയില്ല. ഇവിടെ പ്രതിപക്ഷം ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ഒരു സുതാര്യതയുടെ പ്രശ്നമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ വയനാട് പ്രശ്നത്തിൽ ട്രാൻസ്പാരൻസി കുറവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ, അതോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പം സർക്കാർ ഭൂമി തരുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല, അതുകൊണ്ടുള്ള കാലതാമസം, അതൊക്കെ വിശ്വസനീയമാണോ? അതിനകത്ത് അങ്ങനെയും ഒരു വശമുണ്ട്. അതിന് പൂർണ്ണമായിട്ട് അതാണോ കാരണം, അല്ലെങ്കിൽ അതാണോ വിഷയം എന്ന് ചോദിക്കുമ്പോഴും ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞു അവിടെ ഒരു സെൻറ്റിന് 12 ലക്ഷം രൂപ വരെയൊക്കെ വിലയുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി വാങ്ങാൻ അത്രയേറെ പണം വേണം. നേരെ മറിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സർക്കാരിൻ്റെ കൈവശം ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 700 കോടിയിലധികം ഉണ്ട്. പിന്നെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ എത്ര ഭൂമി വേണമെങ്കിലും ഏറ്റെടുക്കാം, അതിനൊരു നിശ്ചിത വില നിശ്ചയിക്കാം. ഈ 12 ലക്ഷം രൂപ സെൻറ്റിന് വരുന്ന രീതിയിൽ വില കൊടുത്തിട്ടൊന്നും അല്ല സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തതെന്നുള്ളത് അരുൺകുമാറിനും അറിയാം, എനിക്കും അറിയാം, വസന്തിനും അറിയാം. അല്ലെങ്കിൽ അരുൺകുമാർ അത് നിഷേധിക്കട്ടെ, സർക്കാർ ഒരു വില നിശ്ചയിച്ചു, ആ വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്തു. പക്ഷേ സർക്കാരിനുള്ള ഈ സ്വാതന്ത്ര്യമൊന്നും വേറൊരു പാർട്ടിക്കില്ല. ഇതൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. സർക്കാരിനേക്കാൾ വേഗത്തിൽ മുസ്ലിം ലീഗ് വീടുകൾ പൂർത്തിയാക്കി അവരും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ആ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ആ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് സാധന സാമഗ്രികളെല്ലാം കൊടുത്ത് അവർ നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീട് അന്തസ്സായിട്ട് പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയാതെ പോയതൊരു വീഴ്ചയാണെന്ന് ഉള്ളത് തർക്കമില്ല. ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. കുറച്ചുകൂടെ കാര്യക്ഷമത കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ പറയുന്നൊരു ന്യായം, ആ ഫണ്ട് ഞങ്ങളുടെ കൈവശം ഇൻടാക്റ്റ് ആയിട്ടുണ്ട്, സുരക്ഷിതമായിട്ടുണ്ട്, പക്ഷേ സ്ഥലം വാങ്ങിച്ചെടുക്കാനോ അത് ഭൂമി സർക്കാർ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായതുകൊണ്ട് ഭൂമി സൗജന്യമായിട്ട് കിട്ടും, വീടുകൾ പണിയേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾക്കുണ്ടാവൂ പ്രതീക്ഷിച്ചു. പക്ഷേ സർക്കാർ ഭൂമി തന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം കൂടിയാണല്ലോ ആ ലീഗിന്റെ വീടുകൾക്ക് ചുക്കാൻ പിടിച്ചത്, നേതൃത്വം നൽകിയത്. അപ്പം ഭൂമി സൗജന്യമായി കിട്ടില്ല എന്നുള്ളത് ബോധ്യമാണ്. കാരണം സർക്കാരിന് പോലും ഇപ്പം സർക്കാർ എസ്റ്റേൺ എസ്റ്റേറ്റിൽ 43.56 കോടി കൊടുത്തു. അപ്പൊ ഭൂമി സൗജന്യമായി കിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന് ബോധ്യമുള്ളൊരു കാര്യമായിരുന്നില്ലേ? അങ്ങനെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമി അങ്ങനെ കിട്ടില്ല, അവിടെ ഭൂമി ഒരു വളരെ സ്കേഴ്സാണ്, മാത്രമല്ല വന്യമൃഗശല്യമോ ആനശല്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി, സുരക്ഷിതമായ സ്ഥലം നോക്കി ഭൂമി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ന്യായീകരിക്കുകയല്ല. അവിടെ അരുൺ പറഞ്ഞ പല കാര്യങ്ങളിലും മറുപടി ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസ് കുറെ കൂടി കാര്യക്ഷമമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടെ അത് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതൊരു വലിയ ചോദ്യമായി ഉയരും എന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ അപ്പോഴും വേറെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വീട് പണിതതിൽ ഈ കർണാടക സർക്കാരിൻ്റെ ഒരു വലിയ സഹായം അവിടെ 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അടുത്ത 10 കോടി രൂപ കൂടി കൊടുക്കും എന്ന് കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായിട്ട് ഇതിനെയൊന്നും എന്താ പറയുക, ഇതിനോട് നിഷേധാത്മക സമീപനം കാണിച്ചെന്ന് പറയാൻ പറ്റില്ല. കർണാടക സർക്കാർ കാര്യമായി തന്നെ സഹായിച്ചു. മറ്റേത് സർക്കാരിനേക്കാൾ കൂടുതൽ കർണാടക സർക്കാർ ഈ യജ്ഞവുമായിട്ട് സഹകരിച്ചു. അതൊരു കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണെന്നുള്ളത് അരുൺകുമാർ സൗകര്യപൂർവ്വം അത്തരം കാര്യങ്ങൾ മറയ്ക്കുന്നു. മറിച്ച് സഹകരിച്ച മേഖലകളൊക്കെ മറക്കുകയും ഏതെങ്കിലും രീതിയിൽ വീഴ്ച വന്നതും അല്ലാതെ പർവ്വതീകരിച്ച് പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. കോൺഗ്രസിന് അതിനകത്ത് ഒരു വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി പിരിച്ച പണം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞതുമില്ല. അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച വ്യക്തികൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ വീട് വയ്ക്കാൻ ഗവൺമെന്റ് സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് വരെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിയമ പോരാട്ടം നടത്തി ഭൂമി വിലയ്ക്ക് വാങ്ങുക ചെയ്ത്. ഹൈക്കോടതി പറഞ്ഞ തുക, സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി ഹൈക്കോടതി പറഞ്ഞ തുക അർദ്ധരാത്രി തന്നെ കോടതിയിൽ കെട്ടിവെച്ച ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തത്. ആ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഭൂമി തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പച്ചയായ കള്ളം വീണ്ടും പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ജോർജ് പടിപ്പാറ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സമ്മതിച്ചല്ലോ. ഞാൻ എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഗൗരവമായ വിഷയം ഓരോ വ്യക്തികളും ചർച്ച ചെയ്യുകയാണ്. ഓരോരുത്തരും കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്ക്. അതുപോലെ ഒരു കല്ല്